നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ലിജി എതിരേറ്റ്. പ്രധാന വാർത്തകൾ. അരങ്ങ് തകർക്കുന്ന അഴിമതി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ധനമന്ത്രി KM മാണിയും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF ജില്ലാ കേന്ദ്രങ്ങളിൽ ധർണ നടത്തി. കഞ്ചാവിന് വിലങ്ങിടും. പുളിങ്കുന്ന് എഞ്ചിനീയറിംഗ് കോളേജിൽ കഞ്ചാവ് എത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ. കാവാലം പഞ്ചായത്ത് പടിക്കൽ കോൺഗ്രസ് ധർണ. വർദ്ധിപ്പിച്ച നികുതി പിൻവലിക്കണമെന്ന ആവശ്യം ശക്തം. വാർത്തകൾ വിശദമായി. എല്ലാ ഭാഗത്തും അഴിമതിയാണ് അരങ്ങ് തകർക്കുന്നത്. അഴിമതിയെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ സഹപ്രവർത്തകർ തന്നെ പറയുമ്പോൾ അത് എഴുതിക്കൊടുക്കാനാണ് മുഖ്യമന്ത്രി പറയുന്നതെന്നും LDF കൺവീനർ വൈക്കം വിശ്വൻ. എഴുതിക്കൊടുത്താൽ മുഖ്യമന്ത്രി പറയുന്നത് നിയമം നിയമത്തിന്റെ വഴിക്കും ഞാൻ എന്റെ വഴിക്കും പോകുമെന്നാണ്. ധനകാര്യമന്ത്രി KM മാണി 1 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന് കൊടുത്തവർ തന്നെ ഈ നാടിനോട് വിളിച്ചു പറഞ്ഞു. അതിലും നടപടിയില്ലെന്നും വൈക്കം വിശ്വൻ പറഞ്ഞു. സോളാർ കേസിൽ ഉൾപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കോഴക്കേസിൽ അകപ്പെട്ട ധനമന്ത്രിയും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ നടന്ന LDF ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് മാതൃകയായി നിർത്തിക്കൊണ്ട് ഇന്ന് നാം കാണുന്നത് ആ അഴിമതിയുടെ മറ്റൊരു രൂപം ഇവിടെ ഉയർന്നിരിക്കുന്നതാണ്. ഒരു മടിയും ഇക്കാര്യങ്ങളിലൊന്നുമില്ല. അഴിമതിയെക്കുറിച്ച് തങ്ങളുടെ സഹപ്രവർത്തകർ ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നു അത് എഴുതിത്തരാൻ. എഴുതിത്തന്നാൽ അദ്ദേഹം പറയുന്നത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും, ഞാൻ എന്റെ വഴിക്ക് പോകുമെന്നാണ്. അതിലൊരു മടിയും അദ്ദേഹത്തിനില്ല. ഏത് കാര്യവും അദ്ദേഹം പറയും നിയമം അതിന്റെ വഴിക്ക് പൊക്കോളും, ഞാൻ എന്റെ വഴിക്ക് പൊക്കോളും എന്ന് പറയാൻ ഒരു മുഖ്യമന്ത്രിയെ നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയായിട്ട് മുന്നോട്ട് വരാൻ ഇന്ന് വരെ കേരളത്തിൽ ഇതുപോലെ ഒരാളുണ്ടായിട്ടില്ല. ധനകാര്യ വകുപ്പ് മന്ത്രിയെ കുറിച്ച് വേറെ എങ്ങനും ഒരു അന്വേഷണം നടക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. ധനകാര്യ വകുപ്പ് മന്ത്രി 1 കോടി രൂപ കൈക്കൂലി വാങ്ങിച്ചു എന്ന് കൊടുത്തവർ ഈ നാടിന്റെ മുമ്പിൽ പറയുക മാത്രമല്ല, അദ്ദേഹം പറയുന്നതിൽ സംശയമുണ്ടെങ്കിൽ നുണപരിശോധനയ്ക്ക് വിധേയനാകാം എന്നും കൂടി പ്രഖ്യാപിക്കുകയാണ്. LDF ജനപ്രതിനിധികളും നേതാക്കളും സമരത്തിൽ പങ്കെടുത്തു. ബാർ കോഴക്കേസിൽ പ്രതിയായ KM മാണി ഇനിയും അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നത് പ്രബുദ്ധ കേരളത്തിന് അംഗീകരിക്കാനാവില്ല. കേസിൽ കുറ്റാരോപിതരായ പലരും അന്വേഷണത്തിന്റെ പരിധിയിൽ പോലും വരുന്നില്ല. സോളാർ തട്ടിപ്പ് സംബന്ധിച്ച ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാനും അദ്ദേഹത്തിന്റെ ഓഫീസിനെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്താനും തീരുമാനിച്ചു. എന്നിട്ടും മുഖ്യമന്ത്രി ലജ്ജയില്ലാതെ തുടരുകയാണെന്നും വൈക്കം വിശ്വൻ പറഞ്ഞു. CPI ജില്ലാ സെക്രട്ടറി P. തിലോത്തമൻ MLA, G. സുധാകരൻ MLA, CPM ജില്ലാ സെക്രട്ടറി സജി ചെറിയാൻ, CK സദാശിവൻ MLA, AM ആരിഫ്, CB ചന്ദ്രബാബു, ജേക്കബ് ഉമ്മൻ, ജോസ് കാവനാട് തുടങ്ങിയവർ സംസാരിച്ചു. പുളിങ്കുന്ന് എഞ്ചിനീയറിംഗ് കോളേജ് കേന്ദ്രീകരിച്ച് കഞ്ചാവ് മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് എക്സൈസ് ആലപ്പുഴ ഡെപ്യൂട്ടി കമ്മീഷണർ സുരേഷ് റിച്ചാർഡ്. KCV വാർത്തകളെ തുടർന്നാണ് നടപടി. പുളിങ്കുന്ന് എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥികളുടെയിലുള്ള മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ചുള്ള വാർത്ത KCVയിലൂടെ ഞാൻ കാണുകയുണ്ടായി. ശരിക്കും ഞങ്ങളുടെ അറിവനുസരിച്ച് യുവാക്കളുടെയിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയിൽ മയക്കുമരുന്നിൻ്റെ ദുരുപയോഗം കൂടുന്നതായിട്ട് അറിയാം. ഇതിന് ഫലപ്രദമായ രീതിയിൽ നിയമപരമായ നടപടികളെടുക്കാൻ ബാധ്യസ്ഥരായ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരാണ് എക്സൈസും പോലീസും. ഇവർക്കെതിരെ കേസുകളെടുത്ത് കോടതി ശിക്ഷ വാങ്ങിച്ച് കൊടുക്കാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട്. എങ്കിൽ തന്നെയും ഇത് ഫലപ്രദമായി അമർച്ച ചെയ്യണമെങ്കിൽ, ഈ സാമൂഹിക വിപത്ത് ഒഴിവാക്കണമെങ്കിൽ ജനപങ്കാളിത്തം കൂടിയേ കഴിയും. ജനപങ്കാളിത്തം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കോളേജിലെ തന്നെ അധ്യാപക സമൂഹം, അതുപോലെ കോളേജിലെ വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കന്മാർ,
പിന്നെ കോളേജിൻ്റെ പരിസരത്തുള്ള സജ്ജനങ്ങൾ ഇവരുടെയൊക്കെ സഹകരണം ഉണ്ടെങ്കിൽ നമുക്കിത് ഫലപ്രദമായി തടയാൻ പറ്റും. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഇടയിൽ കഞ്ചാവ്, മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ പ്രചരിക്കുകയാണ്. കഞ്ചാവ്, മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും ഇവയുടെ ഉപയോഗം നടത്തുകയും ചെയ്യുന്നവർക്കെതിരെ കർശന നിയമ നടപടികളാണ് എക്സൈസ്, പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത്. കുട്ടികൾ ലഹരിയുടെ ലോകത്തേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളും അധ്യാപകരുമാണെന്നും അദ്ദേഹം പറഞ്ഞു. മാതാപിതാക്കന്മാർ കുട്ടികൾക്ക് ബൈക്കും ആധുനിക മൊബൈൽ ഫോണും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഈ ബൈക്കിലൊക്കെ അവരുടെ കൂടെ പോകുന്നവരാരാണ്? ഈ മൊബൈൽ ഫോണിലൂടെ ആരൊക്കെയായിട്ടാണ് സംസാരിക്കുന്നത്? അവരൊക്കെ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? അതുപോലെ വിദ്യാർത്ഥി റൂമിലില്ലാത്തപ്പോൾ അവൻ്റെ റൂമിൽ കയറി അവൻ്റെ ബാഗും പുസ്തകവും അതുപോലെ പാൻസിൻ്റെയും ഉടുപ്പിൻ്റെയും പോക്കറ്റുകൾ പരിശോധിക്കുക. ഈ വക കാര്യങ്ങളോട് മാതാപിതാക്കന്മാരോട് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ വലിയ അഭിപ്രായം. സ്കൂൾ, കോളേജ് തലങ്ങളിൽ ലഹരിക്കെതിരെ ശക്തമായ ബോധവൽക്കരണ പരിപാടികളാണ് നടത്തിവരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. KCV ന്യൂസ്, ആലപ്പുഴ. കേരളത്തിലെ UDF സർക്കാർ ഭരണത്തിൽ തിരുത്തലുകൾ വരുത്തി മുൻപോട്ടു പോവുകയാണെന്ന് ആലപ്പുഴ DCC പ്രസിഡന്റ് AA ഷുക്കൂർ. കാവാലം ഗ്രാമപഞ്ചായത്തിന്റെ നികുതി വർധനവിനെതിരെ ഗ്രാമപഞ്ചായത്ത് പടിക്കൽ കോൺഗ്രസ് കാവാലം മണ്ഡലം കമ്മിറ്റി നടത്തിയ കൂട്ടധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാവാലത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ കയ്യിൽ നിന്നും പണം പിടിച്ചുപറിക്കാനാണ് പഞ്ചായത്ത് ഭരണാധികാരികൾ ശ്രമിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ജനങ്ങളുടെ ഇടയിൽ നിന്നും ഉണ്ടാവണം. കാവാലം പഞ്ചായത്തിൽ CPMന്റെ റിമോട്ട് കൺട്രോൾ ഭരണമാണ് നടക്കുന്നതെന്നും ഷുക്കൂർ പറഞ്ഞു. ജീവിക്കാൻ ഉതകുന്ന സാഹചര്യത്തെ സൃഷ്ടിക്കാൻ അവരിൽ നിന്ന് പിടിച്ചു വാങ്ങിയ ഈ അന്യായമായ വീട്ടുകാരും തിരികെ കൊടുപ്പിക്കാൻ വേണ്ടിയുള്ള അതിശക്തമായ സമരത്തിന്റെ ഭാഗമായി നിങ്ങൾ ഇതിനെ കാണണം. അങ്ങനെ ഈ പഞ്ചായത്തിന്റെ തെറ്റുകളെ നമുക്ക് തിരുത്താൻ കഴിയണം. ജനാധിപത്യത്തിൽ പാർട്ടികൾ ഓരോ നിർദ്ദേശം വെക്കുമ്പോൾ അത് ജനവിരുദ്ധമല്ല, ജനദ്രോഹപരമല്ല, ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ അതിനെ സ്വീകരിക്കാൻ തയ്യാറാകണം. അങ്ങനെ സ്വീകരിച്ച ആ കഴിഞ്ഞകാല ചരിത്രം നമുക്ക് UDF ഭരണകാലഘട്ടങ്ങളിൽ ഒട്ടേറെയുണ്ട്. ഇപ്പോൾ തന്നെ ഉമ്മൻചാണ്ടി പല നല്ല നടപടികളും കൊണ്ടുവരുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടായി വന്നാൽ ആ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ തിരുത്തലുകൾ നടത്തി മുന്നോട്ട് പോയ പ്രസ്ഥാനമാണ് ഉമ്മൻചാണ്ടിയുടെ UDF. അത് നിങ്ങൾ കണ്ടുപഠിക്കട്ടെ. അതുകൊണ്ട് ഇവിടെ വീട്ടുകരം അന്യായമായി വർദ്ധിപ്പിച്ച, തോന്നിയതുപോലെ വർദ്ധിപ്പിച്ച, അവിടെ സേവന നികുതി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ വീണ്ടും ഇരുട്ടടി ഏൽപ്പിച്ച, അവർക്ക് അവരുടെ ജീവിതഭാരം വളരെ പ്രയാസത്തിലാക്കിയ, നൊമ്പരങ്ങളുടെ, വേദനകളുടെ, പ്രതിസന്ധികളുടെ നാളുകളിലേക്ക് അവരുടെ പാവങ്ങളുടെ ജീവിതത്തെ തള്ളിവിട്ട ഈ LDF ഭരണത്തിനെതിരായി ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിക്കുന്ന ഈ സമരം ഇവിടെ സൂചനയായി ഇന്നിവിടെ ആരംഭിച്ചിരിക്കുന്നു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PN വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. K ഗോപകുമാർ, VJ റെജി, തോമസ് കുട്ടി സെബാസ്റ്റ്യൻ ആന്റണി, P ഉദയകുമാർ, KK അഭിലാഷ് എന്നിവർ സംസാരിച്ചു. സോളാർ കേസിലുണ്ടായ ഗൂഢാലോചനകളും പോലീസ് ഉന്നതരുടെ ഇടപെടലുകളും അധികം താമസിയാതെ പുറത്തുവരുമെന്ന് സരിത S നായർ. സോളാർ കേസിൽ പുറത്തു വന്നതൊന്നുമല്ല സത്യത്തിൽ നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തന്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളെല്ലാം ജനങ്ങൾ അറിയണമെന്നും സരിത പറഞ്ഞു. മകൾ അല്ലെങ്കിൽ വേറൊരു കലാരംഗത്തേക്കോ മറ്റോ ബിസിനസ്സിലേക്കും ചെയ്യും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ സാറിന് എഴുതി തരാം. ഞാൻ സോളാർ ബിസിനസ് തന്നെ കേരളത്തിൽ ചെയ്യും. സോളാർ എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട ബിസിനസ് അല്ല, അതൊരു മോശപ്പെട്ട സെക്ഷൻ അല്ല. നമ്മളുടെ വരുംകാല ഊർജം. കേരളത്തിൽ കറണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്ന ഡാമിൽ നിന്നുള്ള വൈദ്യുതി മാത്രമാണ്. അല്ല, അതിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് ഇപ്പോഴുള്ള ഡാമുകൾ തന്നെ അധികമാണെന്ന് വേണം പറയാൻ. ഇനി ഇവിടെ റിസോഴ്സസ് ഇല്ല, വാട്ടർ റിസോഴ്സസ് നമുക്ക് യൂസ് ചെയ്യാനില്ല. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു അബണ്ടന്റ് ആയിട്ടുള്ള ഒരു നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സസ് ആണ് സൂര്യപ്രകാശം എന്ന് പറയുന്നത്. ഒരു കേസ് വന്നു എന്ന് പറഞ്ഞിട്ട് ആ സൗരോർജത്തെ മൊത്തം തള്ളി പറയുന്നത് കേരള ജനതയ്ക്ക് നല്ലതാവില്ലെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കേസ് വേറെ, അതൊരു കമ്പനിക്കെതിരെയുള്ള കേസാണ്. സോളാർ എന്ന് പറയുന്ന പ്രോഡക്റ്റിനെതിരെയോ അല്ലെങ്കിൽ ഊർജത്തിനെതിരെയോ സൂര്യനെതിരെയോ ഉള്ള കേസല്ല. സൂര്യൻ ഇതിനകത്ത് പ്രതിയുമല്ല. കേസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ സോളാർ ബിസിനസ്സുമായി താൻ തിരിച്ചുവരുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സരിത. ചമ്പക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടാലന്റ് ഡേ സെലിബ്രേഷൻ BAMS ചൊവ്വാഴ്ച രാവിലെ 10 നടക്കും. ഫാദർ ജോസഫ് ആണിപുരയ്ക്കൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും.
തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ഷേക്സ്പിയർ നാടകം ഹാംലെറ്റിന്റെ അവതരണവും നടക്കും. ഇനിയുള്ള വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. KCB വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുട്ടനാട് താലൂക്ക് യൂണിയൻ വാർഷിക യോഗം നടന്നു. ജനുവരി 12-ന് കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ കുട്ടനാട്ടിൽ നിന്നും 50 ഭാരവാഹികളെ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ചങ്ങനാശ്ശേരി വാട്ടർ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്നും കുട്ടനാടിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് നിരവധി ബോട്ടുകൾ ഒരു കാലത്ത് സർവീസ് നടത്തിയിരുന്നു. കിടങ്ങറയിലെ KC പാലം പൊളിച്ച് ഉയർത്തിപ്പണിതതോടെ ചങ്ങനാശ്ശേരി വാട്ടർ ട്രാൻസ്പോർട്ടിന് പുതുജീവൻ കൈവരും. ഇന്നിവിടെ എത്തിച്ചേരുന്നത് കേവലം 2-3 ബോട്ടുകൾ മാത്രം. ചങ്ങനാശ്ശേരി ജലഗതാഗത വകുപ്പ് ഓഫീസിന്റെ പ്രതാപകാലത്ത് ആയിരക്കണക്കിന് യാത്രക്കാരും 100-ലേറെ സർവീസുകളും ഉണ്ടായിരുന്നു. കുട്ടനാടൻ പ്രദേശത്തു നിന്നുള്ള കാർഷികോൽപ്പന്നങ്ങൾ ചെറുകിട കർഷകർ ചങ്ങനാശ്ശേരി ചന്തയിലെത്തിച്ചിരുന്നതും കച്ചവടത്തിനായി പലവ്യഞ്ജന സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവ വാങ്ങിക്കൊണ്ട് പോയിരുന്നതും ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകളെ ദിവസേന എത്ര ബോട്ടുകൾ? ഇന്നതെല്ലാം ചരിത്രമായി. കേവലം 2-3 ബോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ സർവീസ് നടത്തിയിട്ടുള്ള സാഹചര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ ഈ പ്രായ കാലയളവിൽ കൊണ്ട് ഞാനൊരു 12-13 വയസ്സ് വരെ ഞാനിവിടെ വന്ന സമയങ്ങളിൽ അനേക ബോട്ടുകളും അതുപോലെ കേവ് വള്ളങ്ങളൊക്കെ ചരിത്രത്തിൽ പോലും ഇല്ലാത്തൊരവസ്ഥയിൽ വന്നിരിക്കുക. പക്ഷേ ഇന്നത് ഹൗസ് ബോട്ടുകളായിട്ട് മാറിയിരുന്നു. പക്ഷേ ഇന്ന് ഇവിടെ അനേക ബോട്ടുകളും വള്ളങ്ങളും വന്നുകൊണ്ടിരുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ ഈ കണ്ടില്ലേ, ഈ പ്രകൃതി, ഈ ഒരു അവസ്ഥ കണ്ടില്ലേ, പായൽ കയറി എത്രയോ പ്രാവശ്യം ഇത് വാരിക്കളഞ്ഞത്. പക്ഷെ ആ വാരിക സൈഡിലിട്ടിട്ട് പോലും അത് മാറ്റാനായിട്ട് ഇവിടുത്തുള്ള ആളുകൾ തയ്യാറാകാറില്ല. പക്ഷേ ഈ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കേൾവി കേട്ട ഒരു മാർക്കറ്റാണ്. അതുപോലെ ഈ ബോട്ട് കെട്ടി അനേക ബോട്ടുകൾ വരികയും പോകുക. ആലപ്പുഴ, എറണാകുളം അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ ഇതിവിടെ ബോട്ടുകൾ സഞ്ചാരം നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ തലമുറ ആർക്കും ഇതൊരു അറിവോ അല്ല ഈ കേട്ടറിവ് പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ്. ആലപ്പുഴ, കാവാലം എന്നിവിടങ്ങളിലേക്ക് മാത്രമായി സർവീസുകൾ ചുരുങ്ങി. കുട്ടനാട്ടിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും റോഡ് സൗകര്യം എത്തിയതും റോഡിനായി പണിത പാലങ്ങളുടെ അശാസ്ത്രീയ നിർമ്മാണ നിമിത്തം സർവീസ് ബോട്ടുകൾക്ക് കടന്നുപോകാൻ കഴിയാത്തതും ജലഗതാഗതത്തിന് തടസ്സമായി. ബോട്ടുചാലുകളുടെ ആഴക്കുറവും പോളയും കടകളും തിങ്ങിയതും ജലഗതാഗതം ദുസ്സഹമാക്കി. കോടികൾ മുടക്കി ചങ്ങനാശ്ശേരി ജലഗതാഗത വകുപ്പ് ഓഫീസ് പണിതെങ്കിലും യാത്രക്കാർ എത്താത്തത് തിരിച്ചടിയായിരിക്കുകയാണ്.
നെൽകർഷകർക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ സമയപരിധി ഈ മാസം 10 വരെ നീട്ടി. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബുമായി കേരള കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ഉമ്മൻ മാത്യു നടത്തിയ ചർച്ചയെ തുടർന്നാണ് നടപടി. എടത്തുവായിൽ KCB വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബന്ധപ്പെട്ട് കുട്ടനാട് കേബിൾ വിഷനിൽ വന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ പ്രകാരം കുട്ടനാട് നിയോജകമണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുടെ മുന്നിൽ ഈ വിഷയം ധരിപ്പിക്കുകയും അദ്ദേഹം ഈ മാസം ജാനുവരി മാസം 10-ാം തീയതി വരെ ഓൺലൈൻ രജിസ്ട്രേഷൻ നീട്ടി ഉത്തരവായിട്ടുള്ളതുമാണ്. സരിത എസ് നായർ മുഖ്യവേഷം ചെയ്യുന്ന ഷോർട്ട് ഫിലിം ഗൾഫുകാരന്റെ ഭാര്യ യൂട്യൂബിൽ ശനിയാഴ്ച റിലീസ് ചെയ്യുമെന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ. ടീം പുളിച്ചേരിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. സമൂഹത്തിലെ കപട സദാചാര ബോധത്തെ വിമർശിക്കുന്നതാണ് ചിത്രം. ആലപ്പുഴയിലെ എരമല്ലൂരും പരിസര പ്രദേശങ്ങളിലുമായാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നത്. കഥയും തിരക്കഥയും സംഭാഷണവും സതീഷ് ചന്ദ്രനാണ് ഒരുക്കിയിരിക്കുന്നത്. ജോഷി മേടയിലാണ് 15 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രം ഒരുക്കിയിരിക്കുന്നത്. വളരെ ചെറിയ രീതിയിൽ ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് എല്ലാവരും അവരവരുടെ കയ്യിൽ നിന്നുള്ള പൈസയൊക്കെ എടുത്തിട്ട് തുടങ്ങിയൊരു അവിടെയാണ് ഒരു ഇന്റർവ്യൂവിൽ സരിത ചേച്ചി ഇങ്ങനെ ഏഷ്യാനെറ്റിന്റെ മറ്റോ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കാണുന്നു സരിത ചേച്ചിക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് എന്നൊരവസ്ഥ പറയുന്നത് കാണുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു തീമുമായിട്ട് ചേച്ചിയെ സമീപിക്കുകയും തീം കേട്ടിട്ട് അതിൻ്റെ നല്ല വശങ്ങൾ മനസ്സിലാക്കിയിട്ട് സരിത നായർ എന്ന അദ്ദേഹം നമ്മളോട് അതിന് വളരെ നല്ല രീതിയിൽ സഹകരിക്കുകയും ഞങ്ങൾക്ക് വന്ന ചിത്രത്തിൽ അഭിനയിക്കാമെന്ന് നിൽക്കുകയും അങ്ങനെ ഒരു ദിവസം കൊണ്ട് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ഒരു ഹ്രസ്വ ചിത്രമാണിത്. 15 മിനിറ്റ്, ഏകദേശം 15 മിനിറ്റോളം വരുന്ന ഒരു ലഘുചിത്രമാണിത്. ഇത് സമൂഹത്തിൽ ഇന്ന് നമ്മളെല്ലാവരും കാണേണ്ട ഒരു അവസ്ഥ. സമൂഹത്തിൽ നമ്മളൊക്കെ ഒരാളെക്കുറിച്ച് നമുക്ക് പല കാഴ്ചപ്പാടുകളുണ്ടായി അതിനെക്കുറിച്ച് കിംവദന്തികൾ പറഞ്ഞു വരുത്തുക, അങ്ങനെയുള്ളവരൊക്കെ കാണേണ്ട ഒരു സിനിമയാണ്. അപവാദം പ്രചരിപ്പിച്ചവർക്കുള്ള മറുപടിയാണ് ചിത്രമെന്നും തന്റെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളുമായി സാമ്യമുള്ളതിനാലാണ് ചിത്രത്തിൽ അഭിനയിച്ചതെന്നും സരിത പറഞ്ഞു. ദൂരദേശത്ത് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഭർത്താവ് അടുത്തില്ലാത്ത വൈഫ് അല്ലെങ്കിൽ ഭാര്യ കുടുംബമായിട്ട് നടത്തുമ്പോൾ അവർക്ക് സമൂഹത്തിൽ നിന്ന് ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടോടുകൂടി അവരെ കാണുന്ന ഒരു ചിന്താഗതി നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് അതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടാവും, എല്ലാം വാസ്തവമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഒരാളെ അപവാദം പറയുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ചപ്പാടുകളെല്ലാം അതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടാകാം, അതിന്റെ പിന്നാമ്പുറ കഥകൾ എന്തായിരിക്കാം. അപ്പം നമ്മൾ വാസ്തവം അറിയാതെ ചിലപ്പോൾ ഒരു മുക്കിൽ നിന്നിട്ടോ അല്ലെങ്കിൽ വേറൊരു പൊതുസ്ഥലത്ത് നിന്നിട്ടോ ഒരു സ്ത്രീയെ പറ്റി കാര്യം അറിയാതെ സംസാരിക്കുന്ന പ്രശ്നങ്ങൾ ഒരാളുടെ ലൈഫിൽ എത്രത്തോളം പ്രതിഫലിക്കാം, എന്തെല്ലാം അവർക്ക് ദുരന്തങ്ങളായിട്ട് വരാം എന്നുള്ളതിന്റെ ഒരു പ്രതിഫലനമാണ് ഈ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത്. അപ്പം എൻ്റെ ജീവിതത്തിലും ഏകദേശം 1-2 ഇൻസ്റ്റൻസ് അങ്ങനെ വന്നു പോയിട്ടുള്ളത് കൊണ്ട് എനിക്ക് ആ കഥാപാത്രത്തോട് ഒരു പ്രത്യേക താല്പര്യം തോന്നുകയും ഞാൻ അഭിനയിക്കാൻ തയ്യാറാണെന്ന് സമ്മതിക്കുകയാണ് ചെയ്തത്. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഫോർ LPG പദ്ധതി പ്രകാരം പാചകവാതക സബ്സിഡി ഉപഭോക്താക്കൾക്ക് ഇനി മുതൽ ബാങ്ക് അക്കൌണ്ടിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് കോട്ടയം ജില്ലാ കളക്ടർ അജിത് കുമാർ പറഞ്ഞു. ആധാർ ലഭിച്ചിട്ടില്ലാത്ത ഉപഭോക്താക്കൾക്ക് ബാങ്ക് പാസ്ബുക്കിന്റെ ആദ്യ പേജിന്റെ ഫോട്ടോ കോപ്പിയോ ക്യാൻസൽ ചെയ്ത ചെക്കോ സഹിതം ഗ്യാസ് ഏജൻസിയിൽ ലഭിക്കുന്ന ഫോറം പൂരിപ്പിച്ചു കൊടുത്താൽ സബ്സിഡി ബാങ്ക് അക്കൌണ്ടിലൂടെ ലഭിക്കും. നിലവിൽ ആധാർ നമ്പർ ഗ്യാസ് ഏജൻസിയിൽ കൊടുത്ത് ബാങ്കിൽ ലിങ്ക് ചെയ്യാത്തവർക്കും ഈ സൌകര്യം പ്രയോജനപ്പെടുത്താം. നീന്തൽ പരിശീലനം സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളിൽ നീന്തലിൽ അഭിരുചി വളർത്തുന്നത് അഭികാമ്യമാണെന്ന് വനം ഗതാഗത സ്പോർട്സ് വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കേരള സർക്കാർ മിഷൻ 676ന്റെ ഭാഗമായി കോട്ടയം അഗ്നിശമന സേനയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന നീന്തൽ പരിശീലനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കോട്ടയം ക്ലബ്ബിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അഖിലേന്ത്യാ സിവിൽ സർവീസ് പരിശീലനത്തിന് നീന്തൽ ഒരു ഘടകമാണ്. കുട്ടികൾ വെള്ളത്തിൽ വീണ് മരണപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിച്ചുവരുന്നതും നീന്തൽ പരിശീലനത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ഒരു കൂട്ടം കുരുന്നുകളുടെ ജീവൻ അപഹരിച്ച തട്ടേക്കാട് ബോട്ട് ദുരന്തം മനസ്സിനെ ഇന്നും വേദനിപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ പട്ടികജാതി വികസന വകുപ്പുമായി ചേർന്ന് നടപ്പാക്കുന്ന വനിതാ ശാക്തീകരണ പദ്ധതിയിൽ വായ്പ അനുവദിക്കുന്നതിനായി പട്ടികജാതിയിൽപ്പെട്ട വനിതകൾ മാത്രം ഉൾപ്പെടുന്ന വനിതാ സ്വയാശ്രയ സംഘങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഒരു സംഘത്തിൽ 10 മുതൽ 15 വരെ അംഗങ്ങൾ ഉണ്ടാകണം. അംഗങ്ങൾ 18നും 50നും ഇടയിൽ പ്രായമുള്ളവരും ദാരിദ്ര്യരേഖ വരുമാന പരിധിക്കുള്ളിലുള്ളവരുമായിരിക്കണം.
ഒരു സംഘത്തിന് പരമാവധി 6 ലക്ഷം രൂപ പദ്ധതി തുക അനുവദിക്കും. ഇതിൽ 2,40,000 രൂപ സബ്സിഡിയും 60,000 രൂപ ഗുണഭോക്തൃ വിഹിതവും 3 ലക്ഷം രൂപ വായ്പയുമാണ്. കുറഞ്ഞത് 6 മാസമെങ്കിലും വിജയകരമായി പ്രവർത്തിച്ച് ഗ്രേഡിംഗ് കഴിഞ്ഞ സ്വയാശ്രയ സംഘങ്ങൾക്കും ഗ്രേഡിംഗിനെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്ന സംഘങ്ങൾക്കും അപേക്ഷിക്കാം. വായ്പയുടെ തിരിച്ചടവ് കാലാവധി 3 വർഷവും പലിശ നിരക്ക് 6%. പദ്ധതി തുക 3 ലക്ഷം അധികരിക്കുന്ന പക്ഷം കോർപ്പറേഷന്റെ നിബന്ധനകൾക്കനുസരിച്ച് ജാമ്യം നൽകണം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാഫോറത്തിനും കോർപ്പറേഷന്റെ അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടണം. കാവാലം കുന്നമ്മ തിരുവിളങ്ങാട്ട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചു. സപ്താഹയജ്ഞത്തിന്റെ ഭദ്രദീപ പ്രകാശനം എസ് എൻ ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ നിർവഹിച്ചു. പൂർവ്വജന്മത്തിൽ പുണ്യം സമ്പാദിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ഭാഗവത കീർത്തന ശ്രവണാധികാരം ലഭിച്ചിട്ടുള്ളൂവെന്ന് പ്രീതി നടേശൻ പറഞ്ഞു. സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണെങ്കിലും ആധ്യാത്മികമായിട്ട് നല്ല ഉയർച്ചയുള്ള ആൾക്കാർ തന്നെയാണ്. എല്ലാവർക്കും അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കാനും ഭഗവാന്റെ അടുത്ത് ചെന്ന് അവരുടെ ആവലാതികൾ പറയാനും ഒക്കെ ഉള്ള ഒരു അവസരം കിട്ടുമെങ്കിലും മനുഷ്യജീവിതത്തിൽ ചെയ്യുന്ന പാപങ്ങൾക്ക് ഒരു പരിഹാരം കിട്ടണമെന്ന് പറഞ്ഞ് ഭഗവാനെ ശരണം പ്രാപിക്കുന്നവർ വളരെ ചുരുക്കമാണ്. ഞാൻ എന്നുള്ളൊരു ഭാവവും അത് പ്രത്യേകിച്ച് നമ്മൾക്കെല്ലാവർക്കും ഉള്ളതാണ്. നമ്മുടെ സമൂഹത്തിലാണ് അത് ഏറ്റവും കൂടുതൽ കാണുന്നത്. ശ്രീനാരായണ ഗുരു അത് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. തുടർന്ന് വിഗ്രഹ പ്രതിഷ്ഠ ബ്രഹ്മശ്രീ കെ വാസുദേവൻ തന്ത്രികൾ നിർവഹിച്ചു. ജനുവരി 11 സപ്താഹയജ്ഞം അവഭൃത സ്നാനത്തോടെ സമാപിക്കും. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. അരങ്ങ് തകർക്കുന്ന അഴിമതി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ധനമന്ത്രി കെ.എം. മാണിയും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF ജില്ലാ കേന്ദ്രങ്ങളിൽ ധർണ നടത്തി. കഞ്ചാവിന് വിലങ്ങിടും. പുളിങ്കുന്ന് എഞ്ചിനീയറിംഗ് കോളേജിൽ കഞ്ചാവ് എത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ. കാവാലം പഞ്ചായത്ത് പടിക്കൽ കോൺഗ്രസ് ധർണ. വർദ്ധിപ്പിച്ച നികുതി പിൻവലിക്കണമെന്ന ആവശ്യം ശക്തം. ഇതോടെ ഇന്നത്തെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.